ലോകസഭാംഗം ഡീൻ കുര്യാക്കോസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം എം പി. ശരിക്കും ഈ കുട്ടമ്പുഴയിലുണ്ടായ ഉരുളൻതണ്ണിയിലെ സംഭവം വളരെ ഷോക്കിംഗ് ആണ്. വനമന്ത്രി സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധവും നടക്കുകയാണ്. താങ്കൾ കിട്ടുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. പാർലമെന്റ് സമ്മേളനം തുടരുകയാണല്ലോ. ഞാൻ ഈ വിഷയം കേട്ടു. ഞാൻ അവിടുത്തെ ജനപ്രതിനിധികളുമായി സംസാരിച്ചു, പ്രദേശവാസികളുമായി സംസാരിച്ചു. അങ്ങേയറ്റം വേദനാജനകമാണ്. കൊടും ക്രൂരകൃത്യം എന്ന് വേണമെങ്കിൽ ഇൻഡയറക്റ്റ് ആയി പറയാൻ പറ്റും. കാരണം എന്താ, ഇത് ജനവാസ കേന്ദ്രത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ആനകളെയൊക്കെ തുരത്താൻ വേണ്ടിയുള്ള സംവിധാനമാണ് തീറ്റിപ്പോറ്റിയൊക്കെ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടു നടക്കുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? ഒരു കാരണവശാലും ഞാൻ പറയുന്നത്, ഞാൻ എന്റെ പാർലമെന്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയമാണിത്. ഇത് ഒരു കക്ഷി രാഷ്ട്രീയമൊക്കെ പോട്ടെ, പക്ഷേ അതിനപ്പുറത്ത് ഇതിനൊരു പരിഹാരം ഏർപ്പെടുത്താൻ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാരിനാണ്. അപ്പൊ ഇവിടെ പ്രോജക്റ്റുകളോ ഫണ്ടിങ്ങോ ഒന്നും അല്ല പ്രശ്നം. അതൊക്കെ നിരവധി ഉണ്ട്. അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. ഒരു കാരണവശാലും നമുക്കത് നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത് മനുഷ്യാവകാശ ലംഘനവും ക്രൂരകൃത്യവുമാണ്. ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവരവരുടേതായ, ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, കൂട്ടിച്ചേർത്ത് ഞാൻ പറയാം. ഇവിടെ വനപാലകർ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പൊ എന്താണ്, പോലീസിനെക്കാളും അധികാരം ഇവർക്ക് കൊടുക്കാണ് മനുഷ്യന്മാരെ പീഡിപ്പിക്കാൻ. ഈ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ഇവർ ചെയ്തു. ഈ മൃഗങ്ങളെ തൊട്ടാൽ കുറ്റം, എന്താ പറയാ, എല്ലാ രീതിയിലും അതിനെതിരെ ആക്രമണം നടത്തി. മനുഷ്യവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ വകവരുത്താൻ മനുഷ്യന് അവകാശമുണ്ട്. പക്ഷെ അത് ചെയ്യാൻ ഇവർ സമ്മതിക്കത്തില്ല. ഇനി അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്താൽ ആ മനുഷ്യനെ പിടിച്ച് കൊല്ലാക്കള ചെയ്തു. ഇപ്പൊ എന്താ പുതിയ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നത്? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്ന ലാഞ്ചന ഉണ്ടെങ്കിൽ അവരെല്ലാം പിടിച്ച് അകത്താക്കാനും ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കുന്ന രീതിയിലുള്ള അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ തീർത്തും മനുഷ്യത്വരഹിതമായ സമീപനം വച്ചു പുലർത്തുന്ന ഈ സർക്കാർ ഇങ്ങനെ വീണ്ടും വീണ്ടും രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. പാവപ്പെട്ട മനുഷ്യർ അവരെ സമരത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഗവൺമെന്റ് ഇവിടെ മറുപടി പറയേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഡീൻ കുര്യാക്കോസ് എം പി. ഇടുക്കിയിലെ എം പി ആണ് നമ്മോട് സംസാരിച്ചത്.